നമസ്കാരം. അന്യന്റെ മുതലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വലിയ ഉത്സാഹമാണ് ചിലർക്കൊക്കെ. അയൽക്കാരന്റെയോ സഹോദരന്റെയോ മുതലിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ, അതിന്റെ വിനിയോഗത്തെക്കുറിച്ച്, അതിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വലിയ സന്തോഷമാണ്. പറഞ്ഞു വരുന്നത് ഗാസ എന്ന മുതലിനെ കുറിച്ചാണ്. അത് മുതലാണെന്ന് ട്രംപിന് തോന്നി. ട്രംപിന്റെ മരുമകൻ ജാരദ് കുഷ്ണർക്കാണ് അത് ആദ്യം തോന്നിയത്. വലിയ റിയൽ എസ്റ്റേറ്റ് സാധ്യതകളുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി, ട്രംപിന്റെ മുൻ ഭരണകാലത്ത് തന്നെ. അതിനുശേഷം കഴിഞ്ഞ വർഷം അത് വിഖ്യാതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കുഷ്ണർ. അതൊക്കെ ഒരു റിയൽ എസ്റ്റേറ്റ് മാതൃകയിൽ വികസിപ്പിച്ചാൽ എന്ത് നല്ലതായിരിക്കും, തെറ്റില്ല. പക്ഷേ കൈവശമില്ലാത്ത, യാതൊരു അവകാശവാദവുമില്ലാത്ത, തങ്ങളുടേതല്ലാത്ത, തങ്ങളിൽ നിന്നും വളരെയേറെ മാറിക്കിടക്കുന്ന അന്യന്റെ ഭൂമിയാണ്. അത് അമേരിക്കയുടെ കാഴ്ചപ്പാട്. രണ്ട്, ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ, അറബി രാജ്യങ്ങളുടെ കാഴ്ചപ്പാട്. അതും തങ്ങളുടെ ഭൂമിയല്ല, അത് പലസ്തീനിയൻ ജനതയുടെ ഒരു ഭാഗമാണ് ഗാസ, മറ്റൊരു ഭാഗമാണ് വെസ്റ്റ് ബാങ്ക്. ഗാസയുടെ മണ്ണ് 367 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഭൂമി. ആ ഭൂമി എന്ത് ചെയ്യണം? ഇപ്പോൾ അവിടെ ഒരു പുതിയ ഭരണകൂടമില്ല, യുദ്ധമില്ല കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ വന്നു കഴിഞ്ഞു. ഒന്നാം ഘട്ടത്തിന്റെ പകുതിയായി നിൽക്കുന്നു. ബന്ദിമോചനം ഒരു ദുർഘടമായ ഘട്ടത്തിൽ നിൽക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച 3 ബന്ദികളെ മോചിപ്പിച്ചു. ഒരു റഷ്യൻ വംശജനായ യഹൂദൻ, ഒരു അമേരിക്കൻ വംശജനായ യഹൂദൻ, ഒരു അർജന്റീനിയൻ വംശജനായ യഹൂദൻ. അങ്ങനെ ബന്ദികളെ മോചിപ്പിക്കില്ല എന്ന ഒരു കടുത്ത നിലപാടിൽ നിന്നും ഹമാസ് പിന്നോട്ട് പോയി. അതുകൊണ്ട് തൽക്കാലത്തേക്ക് വലിയ യുദ്ധം ഉണ്ടായില്ല എന്ന് ആശ്വസിക്കാം. പക്ഷേ അറബി രാജ്യങ്ങൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനൊരു പരിഹാരം വേണമെന്ന് അവരാഗ്രഹിക്കുന്നു. അവരുടെ സഹോദരന്മാരാണ് ഗാസയിലുള്ളത്. ഈ അറബ് രാജ്യങ്ങൾ, അറബ് ലീഗിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്, 40-ലധികം രാജ്യങ്ങളാണുള്ളത്. പക്ഷേ അതിൽ 20 രാജ്യങ്ങൾ പ്രബലമായ ശക്തികൾ തന്നെയാണ്. അത് നോർത്ത് ആഫ്രിക്കയിലും വെസ്റ്റ് ഏഷ്യയിലുമായുള്ള ഈ 10-20 രാജ്യങ്ങൾ. ഇവര് അടുത്ത ആഴ്ച 27-ാം തീയതി ഫെബ്രുവരി മാസം 2025 ഫെബ്രുവരി മാസം 27-ാം തീയതി സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ച് ഒത്തുകൂടുന്നു. സംസാര വിഷയം ഗാസയുടെ ഭാവിയാണ്. അതിൽ 2 കാര്യങ്ങളാണ് അവരുടെ അജണ്ടയിലുള്ളത്. ഒന്ന്, ഈജിപ്ത് മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയുണ്ട്. ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ എടുക്കൽ പദ്ധതി, അല്ലെ റിവീറയാക്കുന്ന പദ്ധതി, അവരെ ഒഴിപ്പിച്ചതിന് ശേഷം എടുക്കുന്ന പദ്ധതിക്ക് ബദലായി ഈജിപ്ത് രഹസ്യമായി ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നതും അറബ് ലീഗിലെ രാജ്യങ്ങളുമായി 1-on-1 ആയി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു പദ്ധതി. ആ പദ്ധതിയെ ഗാസ ഗവേണൻസ് പ്ലാൻ എന്നാണ് അതിന് പറയുക. അത് സംസാരിക്കണം. 2, ഹമാസ് എന്ന ഒരു സംഘടന, ആ സംഘടനയുടെ പങ്കാളിത്തം ഭാവി ഗസ അഡ്മിനിസ്ട്രേഷനിൽ ഏത് രൂപത്തിൽ ഉണ്ടാകണം? ഹമാസിനെ ഒഴിവാക്കിയുള്ള ഒരു പദ്ധതി സാധ്യമാകുമോ? ഈ ആലോചനയിലാണ്. അതേസമയം ഗാസൻസിനെ ഭരണം ഏൽപ്പിക്കണം, പലസ്തീനിയൻ ഭരണം ഉണ്ടാകണം, ഒരു പലസ്തീനിയൻ രാഷ്ട്രമുണ്ടാകണം. അതേസമയം ഹമാസിന്റെ പങ്കാളിത്തത്തോടു കൂടിയുള്ള, മുഴുവൻ ഹമാസ് എന്നല്ല, ഹമാസിന്റെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ഫ്യൂച്ചർ അഡ്മിനിസ്ട്രേഷൻ ആണോ, അതോ ഹമാസിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭരണമാണോ? ഇത് ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങൾ തല പുകയ്ക്കുന്ന വിഷയമാണ്. സൗദി അറേബ്യയ്ക്കും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും മുൻപ് തന്നെ, ഈ ഒക്ടോബർ 7, 2023 മുൻപ് തന്നെ ഹമാസിന്റെ രീതികളോട് വലിയ യോജിപ്പില്ല. അതേസമയം ഒക്ടോബർ 27 ശേഷം ഹമാസിനെ ഈ 2 രാജ്യങ്ങളും തള്ളിപ്പറഞ്ഞിട്ടുമില്ല. അത് പ്രത്യേകമായി നോക്കേണ്ട കാര്യമാണ്. കുറച്ചുകൂടെ ഒരു വിശാല ബ്രോഡ് ബേസ്ഡ് പലസ്തീനിയൻ അതോറിറ്റി അല്ലെങ്കിൽ പലസ്തീനിയൻ ഭരണ സംവിധാനം അവിടെ വരണം. അത് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇസ്രയേൽ കൂടി അംഗീകരിക്കൂ. ഇസ്രയേലിനോട് പൂർണ്ണമായി മുട്ടമിട്ട് നിൽക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാവില്ല. കാരണം അവരുടെ ആഭ്യന്തര സാഹചര്യം അങ്ങനെയാണ്, അവരുടെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്, അവരുടെ സൈനിക ബലം അങ്ങനെയാണ്. അതുകൊണ്ട് 2 കാര്യങ്ങൾ. ഈജിപ്ത് മുന്നോട്ട് വെച്ച ഓൾട്ടർനേറ്റ് പ്ലാൻ, ഇപ്പൊ നിലവിൽ ട്രംപ് മാത്രമേ പ്ലാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. അത് ഉട്ടോപ്യനായിട്ട് തോന്നാം. ഇപ്പൊ ട്രംപ് തന്നെ ഒരുപക്ഷെ അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇത് നടക്കില്ല. കാരണം ജോർദാനും സൗദിയും ഈജിപ്തും ഒക്കെയാണ് പറയുന്നത് അവിടോട്ടൊക്കെ വിടണമെന്നാണല്ലോ പറയുന്നത്. ജോർദാനിലേക്ക് വിടണമെന്ന് ഒരു 23 ലക്ഷം പേരിൽ ഗാസൻസിൽ ഒരു 10 ലക്ഷം പേരെ ജോർദാനിലേക്കും ബാക്കി 13 ലക്ഷം പേരെ ഈജിപ്തിലേക്കും വിട്ടാൽ കാര്യം അങ്ങ് പരിഹരിക്കാമോ എന്ന ലളിത യുക്തി ട്രംപ് പറഞ്ഞു വെച്ചു. പക്ഷെ ഈ 2 രാജ്യങ്ങളും തയ്യാറല്ല, അവരെ നിർബന്ധിക്കാൻ ആവുകയുമില്ല.
അപ്പൊ പലസ്തീൻ രാഷ്ട്രം പലസ്തീന് പുറത്ത് സ്ഥാപിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് കൺസ്ട്രക്ഷൻ സാധിക്കുമോ? അവിടെയാണ് സൗദിയുടെ രാജകുടുംബത്തിൽപ്പെടുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം വളരെ വളരെ തന്ത്രപരമായി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, മുഹമ്മദ് ബിൻ സൽമാൻ അല്ല, അദ്ദേഹത്തിന്റെ ഒരു കൂട്ടാളിയാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, നിങ്ങൾ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം, അമേരിക്കയോട് പറയുകയാണ്, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ തകർന്നടിച്ചു, പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങൾ തകർന്നടിച്ചു. അപ്പൊ അമേരിക്ക പറഞ്ഞില്ലല്ലോ, നിങ്ങളുടെ ജനത്തെ മുഴുവൻ എങ്ങോട്ടെങ്കിലും ഒഴിപ്പിച്ചതിന് ശേഷം, ആഫ്രിക്കയിലോട്ടോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ഒഴിപ്പിച്ചതിന് ശേഷം യൂറോപ്പിന്റെ പുനരുദ്ധാനം ഞങ്ങൾ നിർവഹിച്ചുകൊള്ളാം. അങ്ങനെയല്ലല്ലോ, അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ മാർഷൽ പ്ലാൻ അനുസരിച്ചും ട്രൂമൻ ഡോക്ടറിൻ അനുസരിച്ചും യൂറോപ്പിന്റെ പുനഃസൃഷ്ടി നടത്തിയില്ലേ? എന്തുകൊണ്ട് അതുപോലെ ചെയ്തുകൂടാ? അപ്പൊ അങ്ങനെയുള്ള ഒരു പദ്ധതി എന്തുകൊണ്ട് ആവിഷ്കരിച്ചുകൂടാ എന്ന് ഈ ഒരു അനൗപചാരികമായ ചില ശബ്ദങ്ങൾ സൗദി അറേബ്യയിൽ നിന്നും വരുന്നുണ്ട്. അതേസമയം സൗദി അറേബ്യക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പിണക്കാനാവില്ല. അതുകൊണ്ട് മിക്കവാറും സൗദി അറേബ്യ നിർണായകമായ ഒരു റോൾ അവിടെ വഹിക്കാൻ സാധ്യതയുണ്ട്. ഈജിപ്തിനെ സൗദിയോ മറ്റ് അറബ് രാജ്യങ്ങളോ പൂർണ്ണമായി വിശ്വസിക്കില്ല. കാരണം ഈജിപ്ഷ്യൻ ഗവൺമെന്റിനെ ഒരു പരിധിവരെ താങ്ങി നിർത്തുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അൽ സിസി, അബ്ദുൽ ഫത്ത അൽ സിസിയുടെ ഭരണകൂടം, ഈജിപ്ഷ്യൻ ഭരണകൂടം വലിയ തോതിലുള്ള കടക്കെണിയിലാണ്. അവരെ ബെയിൽ ഔട്ട് ചെയ്ത് നിർത്തുന്നത് അമേരിക്കയാണ്. സൈനിക സഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈജിപ്റ്റ് വഴങ്ങി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ട്രോജൻ ഹോഴ്സ് ആണോ ഈജിപ്റ്റ് കൊണ്ടുവരുന്ന പദ്ധതി? ഈജിപ്റ്റ് കൊണ്ടുവരുന്ന ഗാസ ഗവർണൻസ് പ്ലാൻ എന്ന് പറയുന്നത് ചതിക്കുഴികൾ നിറഞ്ഞതാണോ? ഗാസയുടെ ജനങ്ങളെ പെർമനന്റ് ആയിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന രീതിയിൽ, അമേരിക്കക്ക് അനുകൂലമാകുന്ന രീതിയിൽ, പുറമേ അങ്ങനെ തോന്നില്ല എങ്കിലും അനുകൂലമാകുന്ന രീതിയിൽ ഒരു പദ്ധതിയാണോ കൊണ്ടുവരുന്നത്? അതേക്കുറിച്ച് അറബ് രാജ്യങ്ങൾക്ക് ന്യായമായ സംശയമുണ്ട്. പല സ്ഥലങ്ങളിലാണ് അറബ് രാജ്യങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ട്രംപിനെ പിണക്കാതെ, വലിയ തോതിൽ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കാതെ, എന്നാൽ ഹമാസിനെ ഉൾക്കൊണ്ടുകൊണ്ടും ഒരു പരിധിവരെ ഹമാസിന്റെ മേധാവിത്വം അംഗീകരിക്കാതെയും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഹമാസ് എന്ന സംഘടന ഇസ് ഡൗൺ ബട്ട് നോട്ട് ഔട്ട് എന്ന് പറയാം. കാരണം ഹമാസിന്റെ നേതാക്കൾ, ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടു. പക്ഷേ ഒരു നേതാവ് കൊല്ലപ്പെടുമ്പോൾ വീണ്ടും അനേകർ ഹമാസിലേക്ക് ചേരുകയാണ്. കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഹമാസിലേക്ക് ചേർന്നുകൊണ്ട് അവരുടെ റാങ്കുകൾ സ്വെല്ല് ചെയ്യുകയാണ്. അതൊരു വീരപരിവേഷമാണ്. കാരണം ഇത്രയും മാസം, 15 മാസം, 1.25 വർഷം ഇസ്രായേലിന്റെ ശക്തമായ സൈന്യത്തിനെതിരെ ഹമാസിനെ പിടിച്ചു നിൽക്കാനായി എന്നതും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഹമാസിന് ഗാസയിലെ ജനങ്ങൾ ഒരു ഭരണകൂടമായിട്ടും സൈനിക വിഭാഗമായിട്ടും പ്രതിരോധ സേനയായിട്ടും വിപ്ലവ നായകന്മാരായിട്ടും ഒക്കെ അംഗീകരിക്കുന്ന സ്ഥിതിക്ക്, മഹാഭൂരിപക്ഷവും അങ്ങനെ അംഗീകരിക്കുന്ന സ്ഥിതിക്ക്, അവരുടെ ആശയ അഭിലാഷത്തിന് വിരുദ്ധമായി ഹമാസിന് പങ്കാളിത്തമില്ലാത്ത ഒരു ഗാസ സർക്കാർ ഉണ്ടാകുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു സർക്കാരാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് അമേരിക്കയോ ഇസ്രയേലോ ആത്യന്തികമായി ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധ്യതയില്ല. അവര് അവിടെ തച്ചു മുടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട്, ബന്ദിമോചനത്തിന്റെ കാരണം തന്നെ പറഞ്ഞുകൊണ്ട് അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ ബന്ദികളെ മോചിപ്പിക്കണമെന്ന് പറയുന്നാൽ ഘട്ടം ഘട്ടമായിട്ടാണ്. ഒരു ഘട്ടം വരുമ്പോൾ മോചിപ്പിക്കാൻ ബന്ദികൾ ഇല്ലാതെ വരും. കാരണം ഈ പറയുന്ന അത്രയും പേര് ജീവിച്ചിരിപ്പുണ്ടോ എന്നത് സംശയമാണ്. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണമായി അക്രമത്തിലേക്ക് നീങ്ങാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേരിട്ടോ അല്ലെങ്കിൽ ഇസ്രയേലിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പുറകിൽ നിന്നുകൊണ്ടോ ശ്രമിച്ചേക്കാം. ഈ വിപത്ത് എന്ത് വില കൊടുത്തും ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളയ്ക്കുകയേ ചെയ്യാവൂ, ഓടിക്കരുത് എന്ന പ്രമാണം അറബ് ലീഗിനുമുണ്ട്. അപ്പൊ എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. കാരണം പോസ്റ്റ് വാർ ഗാസ എന്ന് പറയുന്നത് കാര്യമായി ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം അത് 3ാം ഘട്ട ചർച്ചയിൽ വരേണ്ട, വെടിനിർത്തൽ കരാർ അനുസരിച്ച് 3ാം ഘട്ട ചർച്ചയിൽ വരേണ്ട കാര്യങ്ങളെ കുറിച്ച് അജണ്ട സെറ്റ് ചെയ്യാൻ അമേരിക്കയെ അനുവദിക്കാതെ അറബ് രാജ്യങ്ങൾ ആ അജണ്ട സെറ്റ് ചെയ്യുന്നതിലേക്ക് നീങ്ങുകയാണ്. അത് മാത്രമല്ല, ഈ വിഷയത്തിൽ അമേരിക്ക അല്ല അഭിപ്രായം പറയുന്ന, ലോകത്തിന് അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യം ഒരുക്കണമെന്ന് അറബ് ലീഗ് ആഗ്രഹിക്കുന്നു. കാരണം അമേരിക്കയുടെ ഫണ്ടിങ് അല്ല അവിടെ കൂടുതലായി വന്നിട്ടുള്ളത്, അറബ് രാജ്യങ്ങളുടെ ഫണ്ടിങ് തന്നെയാണ്. ഓരോ പ്രാവശ്യവും ഗാസയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഗാസയുടെ പുനരുദ്ധാനത്തിന് ട്രക്കുകൾ അയച്ചു കൊടുക്കുന്നതും പണം അയച്ച് സഹായിക്കുന്നതും അറബ് രാജ്യങ്ങൾ തന്നെയാണ്. ഒരു പ്രാവശ്യം കെട്ടിപ്പൊക്കുന്നത് വീണ്ടും ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിക്കുമ്പോൾ നഷ്ടം അറബ് രാജ്യങ്ങൾക്ക് കൂടിയാണ്. ഇനി അത് പറ്റില്ല. ലോകത്തിന്റെ
മാത്രം ഒരു വിഷയമായി ഇതെടുക്കണം എന്നും അമേരിക്കയുടെ മാത്രം താല്പര്യമാകരുത് എന്ന നിർബന്ധ ബുദ്ധി അറബ് രാജ്യങ്ങൾക്കുണ്ട്. പക്ഷെ അമേരിക്കയോട് എതിർത്ത് നിൽക്കാനുള്ള ത്രാണി അവർക്കുണ്ടോ എന്നത് മാത്രമാണ് സംശയകരമായ ഒരു സാഹചര്യം. അതുകൊണ്ട് 27-ാം തീയതി, ഫെബ്രുവരി മാസം 27-ാം തീയതി ഈ സൗദിയുടെ മണ്ണിൽ വെച്ച് നടക്കുന്ന അറബ് ലീഗിന്റെ സമ്മേളനത്തിലേക്ക് ഇപ്പോൾ എല്ലാ കണ്ണുകളും കേന്ദ്രീകരിക്കുന്നു.